നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്തതായി ദൃശ്യങ്ങൾ. ചിത്രം പ്രചരിക്കുന്നത് ഫോട്ടോ വക്രീകരിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനു പിന്നാലെ സോണിയ പോറ്റി ഫോട്ടോ വിവാദത്തിൽ പിണറായിയുടെ വില കുറഞ്ഞ ആരോപണമെന്ന് വി ഡി സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച എസ്ഐടിയുടെ അന്വേഷണം. ദിണ്ടിഗലിൽ മണി എന്നയാളെ ചോദ്യം ചെയ്തു. മണിയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ്. താൻ ഡി മണിയല്ല MS മണിയാണെന്ന് വിശദീകരണം. സ്വർണ്ണക്കൊള്ള കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഡി മണി ഇയാൾ തന്നെയാണോ എന്നതിൽ കൂടുതൽ അന്വേഷണം. മണിയോട് തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം. തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തെത്തും. ദീപാരാധന 6:30. മണ്ഡലപൂജ നാളെ. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ ഇന്നും നാളെയും നിയന്ത്രണം. സംസ്ഥാനത്ത് 4 കോർപ്പറേഷനുകളിൽ UDF മേയർമാർ. കൊല്ലത്ത് AK ഹഫീസും, തൃശൂരിൽ നിജി ജസ്റ്റിനും, കൊച്ചിയിൽ VK മിനിമോളും, കണ്ണൂരിൽ P ഇന്ദിരയും, തിരുവനന്തപുരത്ത് BJPയുടെ മേയറായി VV രാജേഷ്. കോഴിക്കോട് LDFന്റെ O സദാശിവൻ നയിക്കും. പാലായിൽ 21-കാരി ദിയ പുളിക്കക്കണ്ടം നഗരസഭാധ്യക്ഷ. ഫസൽ വധക്കേസ് പ്രതി കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാധ്യക്ഷൻ. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ. മേയർ സ്ഥാനത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ പോര്. ഗ്രീൻഫീൽഡിൽ ക്രിക്കറ്റ് ആവേശം. ഇന്ത്യ ശ്രീലങ്ക വനിതാ 3ാം T20 മത്സരം 7 മണി മുതൽ. ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക്. ആഷസിൽ ഇംഗ്ലണ്ടിനെതിരെ തിരിച്ചടിച്ച ഓസ്ട്രേലിയ. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് 110 റൺസിന് അവസാനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ദിണ്ടിഗലിലെത്തി മണി എന്നയാളെ ചോദ്യം ചെയ്തു. ഇയാളോട് തിരുവനന്തപുരത്ത് ഹാജരാകാൻ സമൻസ് നൽകിയതായാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഡി മണി ഇയാൾ തന്നെയാണോ എന്നത് വ്യക്തമല്ല. താൻ ഡി മണിയല്ല MS മണിയാണെന്ന് ചോദ്യം ചെയ്യലിന് വിധേയനായ மணி എന്ന വ്യക്തി மாಧ್ಯமங்களோடு പറഞ്ഞു. மாறுதற்காக என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படின்னு சொல்லிட்டு கிளம்பிட்டாங்க. இதான் வந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க கேரளா இருந்து போலீஸ் வந்திருக்காங்க. அவங்க யார்? SIT. என்ன கேஸ்? எந்த கேஸும் சொல்லவே இல்லை. சரி, உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு. அவங்க சொல்லி அந்த கமெண்ட்னா CBSI கோர்ட்லேருந்து வந்திருக்கு சொன்னாங்க. அவங்க கேட்குற கொஸ்டின் எல்லாமே நான் பார்த்துருக்கேன். என்ன கேட்டாங்க? கேட்டாங்கன்னா உங்கள் பேர் என்ன കേട്ടാங்க. രജിത് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, എന്തായാലും മണിയെ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ അത് ഡി മണിയല്ല എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്തയാൾ പറയുന്നത്. എന്തായാലും ഇയാളോട് തിരുവനന്തപുരത്ത് ഹാജരാകാൻ സമൻസ് ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഡി മണിയെ തേടി ചെന്നൈയിലെത്തുന്നത്. അതിനുശേഷം തുടർന്ന് ഡിണ്ടിഗലിൽ എത്തുകയായിരുന്നു. അവിടെ അവർ ഡി മണി എന്ന് കണ്ടെത്തിയ ആളെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്തത്. അയാൾ MS മണിയാണ് എന്നാണ് അയാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇയാളുടെ ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ വീട്ടിലും അതുപോലെ തന്നെ ജ്വല്ലറിയിലും അടക്കം അന്വേഷണ സംഘം റെയ്ഡ് നടത്തുകയും ചെയ്തു. ഇയാളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവ ക്രോഡീകരിച്ചതിന് ശേഷമായിരിക്കും ഡി മണി തന്നെയാണോ ഈ MS മണി എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നത്. താൻ MS മണിയാണെന്നും അവർ തേടി വന്ന ആളല്ല എന്നറിഞ്ഞുകൊണ്ട് അവർ തിരികെ പോയി എന്നുമാണ് MS മണി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ MS മണിക്ക് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് അടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും സ്വർണ്ണക്കടത്തുമായി ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ഡി മണിയെ തേടി അന്വേഷണ സംഘം എത്തുകയും മണി എന്ന ആളിലേക്ക് അന്വേഷണം, ബാലമുരുകൻ എന്ന് പറയുന്ന ആളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ തേടിയാണ് അന്വേഷണ സംഘം ഇന്ന് ഡിണ്ടിഗലിൽ എത്തുകയും ഇവരുടെ വീട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലും അടക്കം റെയ്ഡ് നടത്തുകയും ചെയ്തത്. അതിന്റെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഈ വിവരങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷം ഇയാളെ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ ബന്ധമടക്കം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും നിലവിൽ ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം മടങ്ങിയിരിക്കുകയാണ്. അവർ അന്വേഷിച്ചെത്തിയ ഡി മണി അല്ല എന്ന് MS മണിയും വ്യക്തമാക്കിയിട്ടുണ്ട്.
തന്നെയായാലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഡി മണിയെ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെ മണി എന്ന ആളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ശരി രജിത്ത്, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച സൈറ്റിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് ലഭിച്ചതെന്നും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ. രാജീവ് ചന്ദ്രശേഖർ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് സുബ്രഹ്മണ്യൻ ചോദിച്ചു. AKG സെന്ററിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങൾ പുറത്തുവരും. ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിവാക്കില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള തട്ടിപ്പുകാർ പലരുടെയും ഒപ്പം ഫോട്ടോ എടുക്കുന്നുണ്ടാകും, അതിൽ കൂടെ നിൽക്കുന്നയാൾ എങ്ങനെ തെറ്റുകാരാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. പിണറായിയുടേത് വില കുറഞ്ഞ ആരോപണമാണെന്നും ഫോട്ടോ വിവാദത്തിലൂടെ യഥാർത്ഥ പ്രശ്നം മറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും VD സതീശൻ വിമർശിച്ചു. ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ. അത് LDF അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന 2 പേരാണ് ജയിലിൽ കിടക്കുന്നത്. ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം. 1 ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്തതായുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ദേവിക ചേരുകയാണ്. ദേവിക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം വിവാദങ്ങൾ വന്നപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം ഇതാണ്, ആ ചിത്രങ്ങളൊക്കെ വ്യാജമാണ്, AI ആണെന്ന്. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ അത് ഫോട്ടോയല്ല വീഡിയോയാണ്, അത് വ്യാജമല്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിനെ എത്തരത്തിലാണ് പാർട്ടി ഇനി പ്രതിരോധിക്കുക? ഈ മുഖ്യമന്ത്രി പോറ്റിയുമായി സംസാരിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് 2020 ഈ ഭീമ ഗ്രൂപ്പ് ശബരിമലയിലേക്കൊരു ആംബുലൻസ് സ്പോൺസർ ചെയ്തിരുന്നു. അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വീണ്ടും പ്രചരിക്കുന്നത്. ഈ AI വീഡിയോ ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വീഡിയോ കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു പരിപാടിക്കിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി CM ഇത്തരത്തിലൊരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോയിൽ പോറ്റി അടുത്തുണ്ടെങ്കിലും പക്ഷേ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോഴാണ് ഈ ചിത്രം എടുത്തത്, ആ ചിത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയവർ അടക്കം ഈ പരിപാടിയിൽ അന്ന് പങ്കെടുത്തിരുന്നെങ്കിലും ആ പരിപാടിയുടെ പോസ്റ്ററിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല. സ്പോൺസർമാരുടെ ക്ഷണപ്രകാരമായിരുന്നു ഈ പോറ്റി എത്തിയത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ച KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് കേസൊക്കെ എടുത്തിരുന്നത്. എന്തായാലും അതിലാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് െങ്കിലും ആ പരിപാടിയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ശ്രീജ. ശരി ദേവിക, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ദേവിക ചന്ദ്രൻ. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന പോലെയാണ് മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിലേക്ക് സോണിയാഗാന്ധിയുടെ പേര് കൂടി വലിച്ചിടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ കൊള്ള ശബരിമലയിൽ നടന്നതെന്നും അദ്ദേഹം ചോദിച്ചു. സ്വാമിയേ ശരണമയ്യപ്പോ. തങ്കയൻ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്ത് എത്തിച്ചേരും. 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. 6:30 മണിയോടെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് സന്നിധാനം? അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ തന്നെ തങ്കയങ്കി ഘോഷയാത്ര സംവിധാനത്തേക്ക് എത്തിച്ചേരും. ശങ്കരൻകുട്ടിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് ഇപ്പോൾ വലിയ നടപ്പത്തിന്റെ ഭാഗത്തേക്ക് എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ച്
കന്നികിലെ കൊടിമര ചുവട്ടിലേക്ക് എത്തിക്കും. തുടർന്ന് ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ്, ഒപ്പം തന്നെ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ക്ഷേത്രതന്ത്രി ഉൾപ്പെടെയുള്ളവർ, മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ തിരുവാഭരണ സമിതി ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്ര സമിതിയിൽ അല്ലെങ്കിൽ കൊടിമര ചുവട്ടിൽ നിന്നും ശ്രീകോവിലിനുള്ളിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര പ്രവേശിക്കും. തുടർന്ന് തങ്കയങ്കി അണിഞ്ഞുള്ള ദീപാരാധന അതും 6:30 നടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സമയക്രമം അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും തങ്കയങ്കി ഘോഷയാത്ര ശരംകുറ്റിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ഏറ്റുവാങ്ങിയ ശേഷം അതിപ്പോൾ വലിയ നടപ്പത്തിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും തുടർന്ന് കൊടിമര ചുവട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും എന്ന ഒരു സമയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിനായുള്ള ഒരുക്കങ്ങൾ സംവിധാനത്തെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ തങ്കയങ്കി ഘോഷയാത്രയെ തങ്കയങ്കി ഇതിലേക്ക് എത്തിച്ചേരുന്നത് ഇതിലേക്ക് നിരവധി ഭക്തരാണ് ഇപ്പോൾ ഇതിന്റെ കാത്തു നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഒരുക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ ഈ ഒരു പ്രദേശത്ത് ഇതിനാവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ തങ്കയങ്കി ഘോഷയാത്ര സംവിധാനത്തേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട് തന്നെ നേരത്തെ മുതൽ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഭക്തരെ ഇതിലേക്ക് കടത്തുന്നതിൽ ഭക്തരുടെ സംവിധാനത്തേക്കുള്ള വരവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രമീകരണങ്ങളിലൂടെയാണ് ഇപ്പോൾ ശബരിമലയിൽ പമ്പയൊക്കെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പമ്പയിൽ നിന്നും ശരംകുറ്റവും തങ്കയങ്കി ഘോഷയാത്ര ശരംകുറ്റിയിൽ എത്തിയതിനു ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അതുവരെ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി പമ്പയിൽ ഭക്തരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ശരംകുറ്റിയിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര. ശരി സുധീഷ്, എന്തായാലും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:30 തന്നെ നടത്തും. സുധീഷിലേക്ക് മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തലസ്ഥാനത്ത് ഇന്ന് ക്രിക്കറ്റ് പൂരമാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 മത്സരത്തിന് വൈകിട്ട് 7 മണിക്ക് തുടക്കമാകും. ആദ്യമായാണ് തലസ്ഥാനത്ത് വനിതാ ക്രിക്കറ്റ് T20 മത്സരം നടക്കുന്നത്. മത്സരം കാണുവാൻ കാണികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ സൂപ്പർ താരങ്ങളെ അണിനിരത്തിയാണ് ഇന്ത്യ കളത്തിലിറങ്ങുക. ശ്രീലങ്കയ്ക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. വിവരങ്ങളുമായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, നേരത്തെ വിവരം നൽകിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല എന്നായിരുന്നു പ്രജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ കളി തുടങ്ങാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. തലസ്ഥാനത്ത് എത്രത്തോളം ആവേശമുണ്ട്? ആളുകൾ പൊതുവെ കുറവ് തന്നെയാണോ? തീർച്ചയായും ശ്രീജ, ആളുകൾ കുറവ് തന്നെയാണ്. ഏതാണ്ട് 15,000-ഓളം ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ വനിതാ T20 മത്സരത്തിൽ മുകൾ ഭാഗത്ത്, അതായത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മുകൾ ഭാഗത്തെ ഗാലറി ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. അതിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. മറിച്ച് താഴെ തട്ടിലുള്ള ഇരിപ്പിടങ്ങളിലാവും കാണികളെ ഇരുത്തുക. ഏതാണ്ട് 15,000-ഓളം ടിക്കറ്റുകൾ മാത്രമാണ് ഇപ്പോൾ, അതും വിലക്കുറച്ചാണ് ഇപ്പോൾ KCAയും BCCAയും പൊതുജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആളുകളുണ്ട്. അത്തരത്തിൽ കുറഞ്ഞ രീതിയിൽ ഒരു വനിതാ ക്രിക്കറ്റ് ആവേശം അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ടിക്കറ്റുകൾ കുറച്ച് വിൽക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്നാണ് KCAയും അതുപോലെ തന്നെ BCCAയും പറയുന്നത്. ഏതാണ്ട് ഇപ്പോൾ 7 മണിയോടെ തന്നെ ഇപ്പോൾ ടോസ് ഇടാൻ വേണ്ടി ഇരു ടീം ക്യാപ്റ്റന്മാരും, അതായത് ഹർമൻപ്രീത് കൗറും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ചമാരി അട്ടുപട്ടുവും ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പിച്ചിലേക്ക് ഇറങ്ങും. കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ടീമുകൾ ഇവിടെ പരിശീലനത്തിനെത്തിയിരുന്നു. ഡിസംബർ മാസമാണ്. പൊതുവെ തിരുവനന്തപുരത്തടക്കം ഇപ്പോൾ തണുപ്പ് ഒരു മഞ്ഞു വീഴ്ച അത് സാധാരണ രീതിയിൽ രാത്രി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു മഞ്ഞു കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് എത്രത്തോളം കളിയെ ബാധിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഇരു ടീമുകളും ചർച്ചയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ട് ടീമുകളുടെയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, കൃത്യമായി തന്നെ ബാറ്റിങ്ങിന് മികച്ച ഒരു പിച്ചാണ് ഉള്ളതെന്നായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ രാത്രി ഒരു മഞ്ഞു വീഴ്ച അതും ഒരു കുറഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തെ മത്സരത്തെ ബാധിക്കും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അത് ഏകദേശം റണ്ണുകളുടെ ഒഴുക്കിന് കാരണമാകുമോ അതോ ഇല്ലയോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ എന്തായാലും നമുക്ക് ദൃശ്യമാകും. എന്തായാലും രണ്ട് ടീമുകൾ, അതായത് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവും അതുപോലെ തന്നെ ചമാരി അട്ടപ്പട്ടുവിന്റെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കൻ സംഘവും കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് വനിതാ T20 മത്സരത്തിന്റെ 3ാം പതിപ്പിന് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മത്സരം അതുപോലെ തന്നെ കാണികളിലും ആവേശമുണ്ട്. ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച
പോലെ തന്നെ ഇപ്പോൾ ജമീന റോഡ്രിഗസ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. പ്ലേയിങ് 11 വന്നാൽ മാത്രമാണ് അതിലൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവൂ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത വരുന്നത് 2 പുതിയ മുഖങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ ബൌളറാണ്, വൈഷ്ണവി ശർമ്മയാണ് ഇന്ത്യൻ താരങ്ങളിൽ ഉൾപ്പെട്ട പുതിയ മുഖം. മറ്റൊന്ന് കമാലിനിയാണ്, അത് ബാറ്റ്സ്മാനാണ്. അത്തരത്തിൽ ബൌളിംഗും അതുപോലെ തന്നെ ബാറ്റിംഗ് രംഗത്തും കൂടുതൽ ശക്തരായ കളിക്കാരെ എത്തിച്ചുകൊണ്ടാണ് ഇന്ത്യ നേരിടുന്നത്. മറുപുറത്താവട്ടെ ശ്രീലങ്കയ്ക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ന് ജയിച്ചാൽ ഒരു കളിയെങ്കിലും ജയിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ അവർക്ക് അടുത്ത മത്സരം നേരിടാനാകും. 3 മത്സരങ്ങളാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 മത്സരങ്ങൾ നേരത്തെ ഇന്ത്യ വിശാഖപട്ടണത്ത് വലിയ മാർജിനിൽ തന്നെ മിന്നും വിജയം കാഴ്ചവെച്ചിരുന്നു. ഇപ്പോൾ 3ാമത് മത്സരം ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് ദൃശ്യമാകും. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ ടീമുകൾ ടോസിനായി ഇറങ്ങും. അതിനുശേഷം തലസ്ഥാനത്ത് കാര്യവട്ടത്തെ വെടിക്കെട്ട് പൂരം അത് ക്രിക്കറ്റിൽ ഇപ്പോൾ അരങ്ങേറാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ ക്രിക്കറ്റ് ആവേശത്തിലേക്ക് തലസ്ഥാനവും അതുപോലെ തന്നെ കാര്യവട്ടവും കടക്കും. വരും കാണികളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു. ഒഫീഷ്യൽസ് അത് അടക്കം എല്ലാവരും ഇവിടെ സജ്ജമാണ്. മറ്റും എല്ലാം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ പ്ലേയിങ് 11 അടക്കം ആരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകും. ശരി പ്രജിത്ത, എന്തായാലും ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 മത്സരത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ടോസ് ഇടും. എന്തായാലും കളി അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ BJP മേയറായി VV രാജേഷ് ചുമതലയേറ്റു. കോർപ്പറേഷനിലെ 47ാമത്തെ മേയറായാണ് രാജേഷ് ചുമതലയേറ്റത്. BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി കരുമം വാർഡിൽ നിന്ന് വിജയിച്ച ആശാനാഥിനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച VV രാജേഷ് മേയറായി ചുമതലയേറ്റപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് BJP. നേമം കൗൺസിലർ MR ഗോപനാണ് VV രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. VG ഗിരികുമാർ പിന്താങ്ങി. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് മേയർ സ്ഥാനം കരസ്ഥമാക്കിയത്. നഗരവികസനത്തിനായി മറ്റ് കൗൺസിലർമാരോടൊപ്പം നിന്ന് ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസനമെത്തുന്ന വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 50 BJP അംഗങ്ങളുടെയും കണ്ണമ്മൂലയിൽ നിന്നും ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ വോട്ടുമാണ് VV രാജേഷിന് ലഭിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ VV രാജേഷിന്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാനർ ഉയർത്തി പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. നഗരസഭാങ്കണത്തിൽ കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തി. LDFിന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് ആകെ 29 വോട്ടുകൾ ലഭിച്ചു. UDFിന്റെ KS ശബരിനാഥന് 17 വോട്ടുകളാണ് ലഭിച്ചത്. ഒപ്പിട്ടതിലെ പിഴവ് മൂലം കോൺഗ്രസിന്റെ 2 വോട്ട് അസാധുവായി. KR ക്ലീറ്റസ്, ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത്. കൗൺസിലിലെ മുതിർന്ന അംഗമാണ് ക്ലീറ്റസ്. വിഴിഞ്ഞം വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരിക്കുകയാണ്. NDA 50, LDF 29, UDF 19, മറ്റുള്ളവർ 2 എന്നിങ്ങനെയാണ് കോർപ്പറേഷനിലെ നിലവിലെ കക്ഷിനില. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു എന്ന വാർത്ത നിഷേധിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രി VV രാജേഷിനെ വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ VV രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാമെന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആകട്ടെ അഭിനന്ദനങ്ങളെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്.
UDFിന്റെ VK മിനിമോൾ കൊച്ചി മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു സ്വതന്ത്രന്റേതടക്കം 48 വോട്ടുകളാണ് മിനിമോൾ നേടിയത്. ദീപക് ജോയാണ് ഡെപ്യൂട്ടി മേയർ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലെത്തി. 21 വോട്ടുകൾ നേടി അഡ്വക്കേറ്റ് PL ബാബുവാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ 47 UDF അംഗങ്ങളാണുള്ളത്. ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം ബാസ്റ്റിൻ ബാബുവിൻ്റേതുൾപ്പെടെ 48 വോട്ടുകളാണ് മിനിമോൾ നേടിയത്. ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുമെന്ന് മേയർ മിനിമോൾ പ്രതികരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് UDF ഒറ്റക്കെട്ടായി കൊച്ചിയുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എല്ലാവരും ഒപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം കൊച്ചിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതേസമയം മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കാത്തുനിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങിയത് ശ്രദ്ധ നേടി. മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിൽ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദീപ്തി ഉള്ളത്. അതിനിടെ പുതിയ മേയർ കൗൺസിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. മേയറെ അനുമോദിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പുതിയ മേയർ ഇന്ന് പുതിയ ചട്ടമാണ് കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കിയത്. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കടന്നു വന്ന UDF നേതാക്കന്മാരുടെ സമയത്തിന് വേണ്ടി കൗൺസിലിന്റെ ചട്ടത്തെ മാറ്റുകയാണ് ചെയ്തത്. പാലാരിവട്ടം ഡിവിഷനിൽ നിന്നാണ് മിനിമോൾ ജയിച്ചത്. ആദ്യ 2.5 വർഷം മിനിമോളും പിന്നീടുള്ള 2.5 വർഷം ഷൈനി മാത്യുവും കൊച്ചി മേയറാകും. UDFിന്റെ ദീപക് ജോയാണ് ഡെപ്യൂട്ടി മേയർ. 48 വോട്ടുകൾ ദീപക്കും നേടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലെത്തി. അഡ്വക്കേറ്റ് PL ബാബു മുനിസിപ്പാലിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 21 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. CPM സ്ഥാനാർത്ഥി 18 വോട്ടുകൾ നേടി. തീർച്ചയായിട്ടും ധാരാളം പ്രശ്നങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നേരിടുന്നുണ്ട്. അതിനെല്ലാം അടിയന്തരമായിട്ട് പരിഹാരം കാണാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. വളരെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനോട് കൂടിയായിരിക്കും ഈ ഭരണം ഞങ്ങൾ നടത്തുക. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ സഹകരണവും കൂടി ഞങ്ങളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 റൗണ്ടുകളിലായാണ് തൃപ്പൂണിത്തുറയിൽ വോട്ടെടുപ്പ് നടന്നത്. ആദ്യ റൗണ്ടിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. തുടർന്ന് 2ാം റൗണ്ടിൽ കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇടതുമുന്നണിയുടെ 2 വോട്ടുകൾ അസാധുവായി. നഗരസഭയിൽ LDFന് 20ഉം NDAക്ക് 21 സീറ്റുകളുമാണ് ലഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് KPCC മാനദണ്ഡം പാലിച്ചില്ല എന്നാണ് പറഞ്ഞതെന്ന് ദീപ്തി മേരി വർഗീസ്. താൻ പറഞ്ഞതിനെ പരാതിയെന്നോ പരിഭവമെന്നോ വ്യാഖ്യാനിക്കരുതെന്നും അവർ പറഞ്ഞു. പരാതിയല്ല, പരാതിയെന്നോ പരിഭവമെന്നോ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. KPCCയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയത്തിൻ്റെ ദിവസമാണ്. കൊച്ചി നഗരസഭയിലേക്ക് UDF ഭരണത്തിലേറുന്ന ദിവസമാണ്. ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണിത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരുമുണ്ട്, ഘടകകക്ഷികളുണ്ട്, ഞങ്ങളുടെ കൗൺസിലേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൊച്ചി നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ ചുമതലയേറ്റു. മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ലാലി ജെയിംസിന്റെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു. 2 സ്വതന്ത്ര അംഗങ്ങളും കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തിയതോടെ UDFന് 35 വോട്ടുകൾ ലഭിച്ചു. ഡെപ്യൂട്ടി സ്ഥാനത്തേക്ക് K പ്രസാദിനെയും തെരഞ്ഞെടുത്തു. LDFന് 13, BJPക്ക് 8 എന്നിങ്ങനെയാണ് സീറ്റ് നില. ഗുരുതര ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് തൃശൂർ കോർപ്പറേഷന്റെ മേയർ തിരഞ്ഞെടുപ്പ് നടന്നത്. നിജി ജസ്റ്റിന്റെ മേയർ പദവി പണം കൊടുത്ത് വാങ്ങിയതെന്നാണ് കൗൺസിലർ ലാലി ജെയിംസ് ആരോപിക്കുന്നത്. തൃശൂരിൽ അട്ടിമറി നടന്നുവെന്നും തന്റെ കയ്യിൽ പണമില്ലാത്തതിനാലാണ് പദവി നഷ്ടമായതെന്നും നിജി ജസ്റ്റിന് മേയറാവാനുള്ള അർഹത ഇല്ലെന്നുമാണ് ലാലി ജെയിംസ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേര് 5 പേരാണ് ഇതിനു വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. അത് നിങ്ങൾ അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര്
ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിൻ്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത് പലപ്പോഴായിട്ട്. ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ആരോപണങ്ങളെ മറികടന്ന് നിജി ജസ്റ്റിൻ 35 വോട്ടുകൾ നേടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് ചരിത്ര വിജയമാണെന്നും തൃശൂരിലെ വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമത്തിനും ശ്രദ്ധ ചെലുത്തുമെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ടിന്റെ എണ്ണം 33 നിന്ന് വർദ്ധിച്ച് 35 മാറിയിരിക്കുകയാണ്. അത് തന്നെ തെളിയിക്കുന്നത് ഇവിടെയുള്ള തൃശ്ശൂർക്കാരുടെ UDF-നോടുള്ള ആ ഒരു വിശ്വാസം, പ്രതീക്ഷ, അത് തന്നെയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി എ പ്രസാദിനെയും തിരഞ്ഞെടുത്തു. ആരോപണങ്ങളിൽ ലാലിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചു. അതേസമയം തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് ലാലി ജെയിംസ് മറുപടി നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്താറായി. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? സന്നിധാനത്ത് എത്താറായി. ദൃശ്യങ്ങളിലൂടെ അത് വ്യക്തമാണ്. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അല്പസമയത്തിനകം തന്നെ ദീപാരാധന നടക്കുമല്ലേ? തീർച്ചയായും ശ്രീക, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ നടപ്പന്തലിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്നും ഇപ്പോൾ തിരുസന്നിധിയിലേക്ക് കൊടിമര ചുവട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുവരും. ഇവിടെ നിന്നും പോയ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് ശബരീശ സന്നിധിയിലേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ്. നിരവധി കാത്തുന്ന ഈ മണ്ഡല പൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര അത് 23-ന് പുറപ്പെട്ട് ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ 18 പടി കടന്ന് ശബരീശ സന്നിധിയിലേക്ക് കൊടിമര ചുവട്ടിലേക്ക് എത്തും. അതിനായുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ദേവസ്വം പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംഘം ഈ തങ്കയങ്കി ഘോഷയാത്രയെ ഇപ്പോൾ ശബരീശ സന്നിധിയിലേക്ക് 18 പടിക്ക് മുകളിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ഏറെ ഭക്തിപരമായ ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ശബരീശ സന്നിധാനം ശബരിമല ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഇതിനായുള്ള കൊടിമര ചുവട്ടിൽ സന്നിധാനത്ത് ശ്രീകോവിലിൽ നിന്നും കൊടിമര ചുവട്ടിൽ ഈ എത്തിക്കുന്ന തങ്കയങ്കി ഘോഷയാത്രയെ അതിനെ സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് ഭഗവാൻ അയ്യപ്പന് ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ഒപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികളും ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെ ഉള്ള സംഘം അതിനായി കാത്തുനിൽക്കുകയാണ്. ഈ ദേവസ്വം പ്രതിനിധികൾ അണയിച്ചു കൊണ്ടുവരുന്ന തങ്കയങ്കി ഘോഷയാത്രയെ ഈ 18 പടിക്ക് മുകളിൽ ഈ കൊടിമര ചുവട്ടിൽ വെച്ച് അത് ദേവസ്വം പ്രതിനിധികൾ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള പ്രതിനിധികൾ ചേർന്ന് ക്ഷേത്ര മേൽശാന്തി ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ചേർന്ന് അത് കൈവാങ്ങും. തുടർന്ന് അത് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഈ 18-ാം പടിയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ദുർബലമായ ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ശബരീശ സന്നിധി ഈ സന്നിധാനം ഒക്കെ കാത്തുനിൽക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ എത്തിച്ചേരുന്ന തങ്കയങ്കി ഘോഷയാത്ര ഈ തങ്കയങ്കി അണിയിച്ചുകൊണ്ട് അയ്യപ്പന്റെ ഈ ദിവസത്തെ ദീപാരാധന അതിനും സാക്ഷ്യം വഹിക്കും. ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ശബരീശ സന്നിധിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് ഈ മണ്ഡല പൂജ മഹോത്സവം നടക്കുക. നാളെ 10:10-നും 11:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഈ സീസണിലെ മണ്ഡല പൂജ മഹോത്സവം നടക്കുക. തുടർന്ന് നാളെ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിനോടുകൂടി ഇത്തവണത്തെ മണ്ഡല പൂജ മഹോത്സവത്തിന് കൂടി പരിസമാപ്തി കുറിക്കുകയാണ്. ഏതായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ ആ അന്തരീക്ഷത്തിൽ ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്ര 18 പടിയിലൂടെ കടന്ന് ഇപ്പോൾ കൊടിമര ചുവട്ടിലേക്ക് ശബരീശ സന്നിധിയിലേക്ക് അയ്യന്റെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്ന ഭക്തി നിർഭരമായ കാഴ്ചകൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രതിനിധികൾ അല്ലെങ്കിൽ ക്ഷേത്രം തന്ത്രി മേൽശാന്തി ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇപ്പോൾ ഇതിനെ സ്വീകരിച്ച് ഇവിടെ നിന്നും ഇപ്പോൾ ഈ ശ്രീകോവിലിലേക്ക് ഈ തങ്കയങ്കി ഘോഷ അല്ലെങ്കിൽ തങ്കയങ്കിയെ കൊണ്ടുപോകും. തുടർന്ന് അയ്യപ്പന് ഈ തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള ദീപാരാധന
അതിനായുള്ള ക്രമീകരണങ്ങൾ, അതിനായുള്ള ഒരുക്കങ്ങൾ, ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ ശബരിമല കടന്നു പോകുന്നത്. ഏറെ നാൾ കാത്തിരുന്ന അയ്യപ്പന് ഒരു വർഷം കാലം കാത്തിരുന്ന ഈ തങ്കയങ്കി അണിഞ്ഞുള്ള അയ്യപ്പ ദർശനം സാധ്യമാക്കുന്ന ഒരു ഭക്തി നിർഭരമായ സാഹചര്യം, അതിനുവേണ്ടി കാത്തുനിൽക്കുന്ന ഭക്തർ അവർക്കൊക്കെ തന്നെ ഒരു ഭക്തിയുടെ നിർവൃത്തി തകർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഇന്ന് വിർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിലൂടെയും അയ്യപ്പന്മാർക്ക് ശബരിമലയിലേക്ക് എത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു തങ്കയങ്കി ഘോഷയാത്രയുടെ സുരക്ഷിതമായി ഇതിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തിയിരുന്നത്. ഏതായാലും ആ ക്രമീകരണങ്ങളോടൊക്കെ തന്നെ ഭക്തർ വിശ്വാസികളും ഒക്കെ പൂർണ്ണമായും ഒരു അനുനയ സമീപനത്തോടു കൂടി തന്നെയാണ് അവർ കാത്തുനിന്നു. പമ്പയിൽ കാത്തുനിന്നു. തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയതിനു ശേഷം മാത്രമാണ് പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് ഇപ്പോൾ കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഭക്തർ ഇപ്പോൾ ശബരീശ സന്നിധിയിലേക്ക് ഈ അയ്യപ്പന്റെ ഒരു സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വല്പ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ നിയന്ത്രണങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ ശബരീശ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തങ്കയങ്കി ഘോഷയാത്ര അല്ലെങ്കിൽ തങ്കയങ്കി ഇപ്പോൾ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഈ തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള തങ്കയങ്കി ശ്രീകോവിലിലേക്ക് സ്വീകരിക്കുന്നതിന് ആവശ്യമായ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം ശബരീശൻ തങ്കയങ്കി അണിഞ്ഞുള്ള ഇന്നത്തെ ദർശനത്തിനായി അതിനായുള്ള ദീപാരാധന അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്കാണ് ഈ ഇവിടം പോകുക. ഏറെ ഭക്തിപരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ തന്നെയും പുരോഗമിക്കുന്നത്. സുധീഷ്, എന്തായാലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് 23-ന് പുറപ്പെട്ട ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ 74ഓളം കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ആറന്മുളയിൽ തങ്കയങ്കി ദർശിക്കാനും കാണിക്കർപ്പിക്കാനും ഒക്കെ സൗകര്യമൊരുക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ സന്നിധാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് തങ്കയങ്കി ഘോഷയാത്ര. 400 പവനിലധികം തൂക്കം വരുന്ന തങ്കയങ്കി അനുഗമിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കൊപ്പം പത്തനംതിട്ട AR ക്യാമ്പിലെ സായുധ പോലീസ് സംഘവുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട തീർത്ഥാടകരുടെ എണ്ണത്തിലുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തിനുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ആരംഭിക്കും. സുധീഷ്, ഈ പറഞ്ഞതുപോലെ മണ്ഡലപൂജയോടനുബന്ധിച്ചുകൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അത്തരം ക്രമീകരണങ്ങൾ സംബന്ധിച്ചുകൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാം. തീർച്ചയായും ഇന്നും നാളെയുമാണ് ഈ മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ മണ്ഡലപൂജയുടെ ദിവസമായതുകൊണ്ട് തന്നെ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കേണ്ട ചില ചുമതലകളും ചടങ്ങുകളും അത്യാവശ്യ രസങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു വെച്ചുകൊണ്ടാണ് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു വഴി ഒരുക്കുന്നതിനായി സുരക്ഷിതമായ ഒരു പാത ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 30,000 ഭക്തർ മാത്രമാണ് ഇന്ന് വിർച്വൽ ക്യൂ വഴി ശബരിമലയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. ഏകദേശം ആ ഭക്തരൊക്കെ തന്നെ ഇപ്പോൾ സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ പമ്പയിലെത്തിയ ഭക്തർ കൂടി എത്തുമ്പോൾ ആ കണക്ക് പൂർത്തിയാകും. 2000-ഓളം ഭക്തർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ പമ്പയിലെത്തി അവിടെ നിന്നും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നതിനുള്ള സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നത്. നാളെയും അത്തരത്തിൽ ക്രമീകരണങ്ങളുണ്ട്. 35,000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴി നാളെ മണ്ഡലപൂജയുടെ ദിവസമായ നാളെ ഭക്തർക്ക് വിർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 2,000 പേർക്ക് നാളെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഈ സംവിധാനത്തേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവധി ദിവസങ്ങളും ഒക്കെ ആയതിനാൽ തന്നെ 94,000-ന് മുകളിൽ ഭക്തരാണ് കഴിഞ്ഞ ഈ ക്രിസ്മസ് ദിന അവധി ദിവസം ആ ദിവസം ശബരീശ സന്നിധിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഭക്തരുടെ എണ്ണം ക്രമാതീതമായി കൂടും എന്നൊരു കണക്കുകൂട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ 30,000 ഭക്തരിലേക്ക് ഈ തവണത്തെ വിർച്വൽ ക്യൂയിലൂടെ 30,000 ഭക്തരിലേക്ക് ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അത് ഈ തങ്കയങ്കി ഘോഷയാത്രയുടെ സുരക്ഷയും മറ്റും ക്രമീകരിക്കുന്നതിന്റെ ഭാഗം കൂടിയായിരുന്നു. അത്തരത്തിൽ ഈ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ നല്ല രീതിയിലുള്ള ഒരു മണ്ഡല കാലം കൂടി പരിസമാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു ഇവിടെ പൂർത്തീകരിച്ചത്. ഏതായാലും ഇപ്പോൾ തങ്കയങ്കി ഈ ശബരീശ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ശ്രീകോവിലുള്ളിലേക്ക് തങ്കയങ്കി പ്രവേശിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ സന്നിധാനം. തങ്കയങ്കി അടിഞ്ഞുള്ള
അയ്യപ്പ വിഗ്രഹം കണ്ട ഒരു ദീപാരാധന, ആ ദീപാരാധനയുടെ പുണ്യം വിതരുന്നതിന് വേണ്ടി അയ്യപ്പന്മാരും ഒപ്പം തന്നെ വിശ്വാസികളും ഒക്കെ ഇവിടെ കാത്തു നിൽക്കുന്ന ക്രമീകരണങ്ങളിലും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ യാതൊരു വിധത്തിലും ഭക്തരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസികളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ആക്ഷേപങ്ങളോ ഒന്നും തന്നെ ഉയർന്നു വന്നിരുന്നില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഈ മണ്ഡല പൂജ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദീപാരാധന കൂടിയാണ് ഈ ദിവസം. അതായത് തങ്കയങ്കി ചാർത്തി അയ്യപ്പന്റെ ദീപാരാധന നടത്തുക എന്ന് പറയുന്നത് ഈ ആഭരണ വിഭൂഷിതനായൊക്കെയുള്ള അയ്യപ്പ വിഗ്രഹം കണ്ട് ദീപാരാധന ചെയ്ത് തങ്ങളുടെ മനസ്സിലെ ഭാവങ്ങളൊക്കെ ഒക്കെ അയ്യപ്പന് മുന്നിൽ ഇറക്കി വെച്ച് അവരുടെ പാവനമായ ഈ സന്നിധിയിൽ വെച്ചുകൊണ്ട് അവരുടെ പാപങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയ്യപ്പന് മുന്നിൽ അവർക്ക് സർവം സമർപ്പിച്ചുകൊണ്ട് നടങ്ങുന്ന ഒരു കാഴ്ച, ആ കാഴ്ചയിലേക്കുള്ള ദീപാരാധന മുഹൂർത്തങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ ദീപാരാധന ആരംഭിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം തുടർന്ന് പമ്പയിൽ നിയന്ത്രണങ്ങൾ അവസാനിച്ചതിന് കൂടി സന്നിധിയിലേക്ക് എത്തുന്ന മക്കൾക്ക് ഈ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കുമെന്നുള്ള മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. തങ്കയങ്കി ഉൾപ്പെട്ടിട്ടുള്ള പേടകം ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. രാവിലെ 10:10 11:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ. നാളെ രാത്രി 11 മണിക്ക് ഹരിവരാസനത്തിന് ശേഷം അടയ്ക്കുന്ന ശബരിമല നട മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 തുറക്കുക. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചതാണ് തങ്കയങ്കി. എന്തായാലും ചൊവ്വാഴ്ച, അതായത് ഡിസംബർ 23 രാവിലെയായിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത്. വിവിധ ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ തങ്കയങ്കി പ്രദർശിപ്പിച്ച ശേഷം ഭക്തർക്ക് അത് തൊഴാനൊക്കെയുള്ള അവസരം ഒരുക്കിയിരുന്നു. അതിനൊക്കെ ശേഷമാണിപ്പോൾ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഭക്തരെല്ലാവരും കാത്തിരിക്കുകയാണ്. തങ്കയങ്കി ചാർത്തി അയ്യനെ തൊഴാനായി ഭക്ത്യാദരപൂർവ്വം അവർ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധീഷ്, അല്പസമയത്തിനകം തന്നെ സന്നിധാനത്ത് ദീപാരാധന ആരംഭിക്കില്ലേ? എല്ലാ ഭക്തരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഭക്തരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തൊഴുകൈകളോടെ അവർ പ്രാർത്ഥനയോടെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യന്റെ ദീപാരാധന കണ്ടുതൊഴാൻ കാത്തിരിക്കുകയാണ്. തീർച്ചയായും പൂജ അങ്ങനെ തന്നെയാണ്. ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം അത് തന്നെയാണ് സന്നിധിയിൽ ഈ തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിന് വേണ്ടി ദീപാരാധന ചെയ്യുന്നതിന് വേണ്ടിയുള്ള മണ്ഡല പൂജയുടെ പരിസമാപ്തിയോട് കൂടിയുള്ള ഈ ഒരു പുണ്യദിനം, ഈ ദിനത്തിന്റെ ആ ഒരു പ്രത്യേകത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭക്തരൊക്കെ തന്നെ ഇതിന്റെ പരിസ്ഥിതിയിൽ ശബരിമല സന്നിധിയിൽ കാത്തു നിൽക്കുന്നത്. ഏതായാലും അടുത്ത സമയത്തുള്ളിൽ 6-ക്ക് ദീപാരാധന നടക്കുമെന്നാണ് എനിക്ക് സമയക്രമമനുസരിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ അത് വലിയ ഒരു വ്യത്യാസത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഒരു അധികം താമസിക്കാൻ സാധ്യതയില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ശ്രീകോവിൽ നട തുറന്ന് തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള അയ്യപ്പന് ദീപാരാധന ചടങ്ങുകൾ ആരംഭിക്കും. അതിനായുള്ള ഒരു ക്രമീകരണങ്ങൾ ഇപ്പോൾ തങ്കയങ്കി ശ്രീകോവിൽ മുന്നിലേക്ക് എത്തിച്ച് അല്പനേരം അവിടെ ഇന്നും ഈ തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള ദീപാരാധനയാണ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുക. ഏതായാലും അധികം വൈകില്ല എന്നൊരു സമയക്രമം അനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ദീപാരാധന നടക്കും. ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ 18-ാം പടി ചവിട്ടി ഇവിടെ കാത്തുനിൽക്കുന്ന ഭക്തർക്ക് അയ്യപ്പന്മാർക്ക് സന്നിധിയിലേക്ക് എത്തുന്നതിനുള്ള മറ്റു ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുക. അതിനായുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി വരുന്നത്. അയ്യപ്പന്മാർ പമ്പയിൽ നിന്നും സംസ്ഥാനത്ത് വെച്ച അല്പസമയം മുൻപാണ് അവർക്ക് പ്രവേശിക്കാനുള്ള അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ മാറ്റിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും അയ്യപ്പന്മാർ ഈ സംവിധാനത്തേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഈ ദീപാരാധനയ്ക്ക് ശേഷമുള്ള അയ്യപ്പ ദർശനം ആ ഒരു പുണ്യ കാഴ്ച കാണുന്നതിന് വേണ്ടിയുള്ള അയ്യപ്പന്മാരുടെ ഒരു കാത്തിരിപ്പാണ് ഈ മണ്ഡല പൂജയോടനുബന്ധിച്ച് പൂർത്തിയാവുക. ഏതായാലും നാളെ 10-നും 11-നും ഇടയ്ക്കുള്ള ഒരു മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കുക. ഈ മണ്ഡലപൂജയോട് കൂടി ഇത്തവണത്തെ മണ്ഡല മഹോത്സവം സമാപ്തിയാകുമ്പോൾ ഈ മണ്ഡലകാലത്തിലും അയ്യപ്പനെ ദർശിക്കാൻ കഴിഞ്ഞ ഈ മണ്ഡലകാലത്തിൽ ഒരു ദിവസം
ഈ ഒരു പ്രത്യേക ദിവസം തന്നെ അയ്യപ്പന് ദർശിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു പുണ്യമൊക്കെയാണ് എല്ലാ ഭക്തരുടെ മനസ്സിലും അതൊരു ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിന്റെ പരിസമാപ്തി കൂടിയാണ്. അത്തരത്തിൽ മണ്ഡലപൂജ മഹോത്സവം പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പോൾ മണ്ഡല മഹോത്സവം പരിസമാപ്തിയാകുന്നതോടുകൂടി പിന്നീട് 2 ദിവസം ക്ഷേത്രനട അടച്ചിടും. തുടർന്ന് 30-ാം തീയതി വൈകുന്നേരം ആയിരിക്കും 30-ാം തീയതി ആയിരിക്കും വീണ്ടും നട തുറക്കുക. മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട തുറക്കുക 30-ാം തീയതി ആയിരിക്കും. ഏതായാലും നാളെ ഹരിദാസനം പാടി അടക്കുന്ന നട 30-ാം തീയതി ആയിരിക്കും തുറക്കുക. അതായത് മണ്ഡലപൂജ മഹോത്സവം പരിസമാപ്തി ആകുന്നതോടുകൂടി 2 ദിവസത്തെ ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം ഈ അയ്യപ്പന് പിന്നീട് നട തുറന്ന് ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഭക്തർക്ക് ലഭിക്കുക 30-ാം തീയതി മാത്രമായിരിക്കും. 30-ാം തീയതി വൈകുന്നേരം മുതൽ മകരവിളക്ക് മഹോത്സവത്തിനായി അയ്യപ്പന്റെ നട തുറന്നിരിക്കും. എന്നാൽ ഇപ്പോൾ തങ്കയങ്കി അണിഞ്ഞുള്ള ഈ ദീപാരാധന ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തങ്കയങ്കി ഈ ക്ഷേത്ര ശ്രീകോവിലുള്ളിൽ എത്തിയിട്ടുണ്ട്. ക്ഷേത്ര ശ്രീകോവിലുള്ളിൽ ക്ഷേത്രം മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ തങ്കയങ്കി അയ്യപ്പനെ അണിയിക്കുന്നതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത്. ഈ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്നതിനു ശേഷം നിർമ്മലമായ അന്തരീക്ഷത്തിൽ ആ ഒരു അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിന് ഇപ്പോൾ തന്നെ ഈ ദീപാരാധന ദർശിക്കുന്നതിനുള്ള ഒരു പുണ്യം അത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും കാണാൻ സാധിക്കും. നമ്മളിലൂടെ കാണുന്ന ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്ന ഭക്തർക്കും അതിന്റെ ഒരു പുണ്യം പകർന്നെടുക്കാൻ നമുക്കും കഴിയും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ ഇപ്പോൾ കൃത്യമായ ഒരു സമയ ക്രമീകരണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഏതായാലും 6:30 ആരംഭിക്കുമെന്നായിരുന്നു ദീപാരാധന എന്നായിരുന്നു സമയക്രമം അനുസരിച്ച് നേരത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ അല്പം അതിൻ്റെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. ഈ നമ്മൾ കണ്ടതാണ് തങ്കയങ്കി ക്ഷേത്രത്തിലൂടെ എത്തിച്ചേരുന്നതിനുള്ള ഇടയ്ക്കുള്ള ചില സമയ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അല്പസമയം ഈ കൂടി എടുക്കുന്നത്. ഈ ദീപാരാധനയ്ക്ക് ഏതായാലും അധിക സമയം എടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തങ്കയങ്കി ക്ഷേത്ര സാധാരണഗതിയിൽ ഈ ശ്രീകോവിലിൽ എത്തിച്ച് ഒരു 5 മിനിറ്റ് തന്നെ ദീപാരാധന ആരംഭിക്കേണ്ടതാണ്. ദീപാരാധനയ്ക്കുള്ള ഒരുക്കുകളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഭക്തിനിർഭരമായ ഒരു സാഹചര്യത്തിൽ ഈ ദീപാരാധന ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ ഈ ശബരീശ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത് ഓരോ ഭക്തരുടെയും മനസ്സിൽ അവർക്ക് ലഭിക്കുന്ന അവരുടെ ജീവിത പൂർണ്ണമായ ഒരു കാത്തിരിപ്പാണ്. ഒരു കാത്തിരിപ്പിന്റെ ആ കാത്തിരിപ്പിലൂടെ ലഭിക്കുന്ന ആ പുണ്യം ആ അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിന്റെ ആ ഒരു പുണ്യം ആ ഒരു പുണ്യത്തിന്റെയും ആ ഒരു അതിന്റെ പരിസമാപ്തിയിലേക്കുള്ള മണ്ഡലപൂജ മഹോത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആ ഒരു പൊരുത്തത്തിലാകുന്ന മണ്ഡലപൂജ മഹോത്സവ ദീർഘത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്കാണ് ഭക്തർ. ഏതായാലും നാളെ 10-നും 11-നും എടുക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ മഹോത്സവം സർവീസ് സമിതിയിൽ നടക്കുക. ഇതോടുകൂടി മണ്ഡലപൂജ മഹോത്സവം മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഈ ഒരു ശബരീശ സമിതിയിൽ എത്തിയ ഭക്തരൊക്കെ തന്നെയും അവരുടെ ഉള്ളിൽ അയ്യനെ വിളിച്ച് അപേക്ഷിച്ച് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ആ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ഒരു അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയ വ്രതങ്ങളുടെ പരിസമാപ്തി പ്രധാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തി അതിന്റെയൊക്കെ ഒരു പുണ്യം അവർക്ക് ഈ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പ ദർശനത്തിലൂടെ സാധ്യമാകുന്നു. തുടർന്നാണ് അവർ ഈ ശബരീശ സന്നിധിയിൽ നിന്നും ഓരോ അയ്യപ്പനും അവരുടെ ദുഃഖങ്ങൾ ഏറ്റി പറഞ്ഞ് അതിന്റെ ഓരോ പ്രശ്നങ്ങളും ഏറ്റി പറഞ്ഞ് അവര് അയ്യനിന്റെ കൂടെ എന്ന ഒരു വിശ്വാസത്തിൽ മണിയിറങ്ങുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലകാല മഹോത്സവത്തെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ശബരീശ സന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകിട്ടോടുകൂടി ശരൺകുറ്റിയിൽ എത്തിച്ചേർന്ന തങ്കയങ്കി ഘോഷയാത്രയിൽ ഈ സമിതിയിൽ നിന്നും ക്ഷേത്രം മേൽശാന്തിയുടെ അനുഗ്രഹത്തോടുകൂടി പുറപ്പെട്ട ദേവസ്വം പ്രതിനിധികൾ ദേവസ്വം പ്രതിനിധികൾ അടങ്ങുന്ന സംഘം ആ സംഘമാണ് തങ്കയങ്കി ഘോഷയാത്രയിൽ ശരൺകുറ്റിയിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുവന്നത്. ശരൺകുറ്റിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെ ശരൺകുറ്റിയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്രാ മധ്യേ ഭക്തരൊക്കെ തന്നെ ആ മധ്യേ കാത്തുന്ന ഭക്തരൊക്കെ തന്നെയും തൊട്ടു വണങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് ഈ തങ്കയങ്കി ഘോഷയാത്ര അത് ഈ സന്നിധാനത്തേക്ക് അല്പം മുമ്പാണ് എത്തിയത്. സന്നിധാനത്ത് എത്തിച്ചേർന്ന തങ്കയങ്കി ഘോഷയാത്രയെ ഈ 18-ാം പടിയിൽ എത്തിച്ച് കൊടിമരത്തിൽ എത്തുന്നതുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതാ ഇപ്പോൾ ദീപാരാധന നടക്കുന്നു. ദീപാരാധന ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു.